അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയിരിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യത്തിലേക്കാണ് ഇന്ന് അപകടം സംഭവിച്ച കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുകയാണ്. മന്ത്രിമാരായ വീണ ജോർജും വി എൻ വാസവനുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയും നടത്തും എന്നുള്ളതാണ്. വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തി എന്താണ് സംഭവിച്ചത് എന്ന് നേരിട്ട് വിലയിരുത്തുന്നത്. അതിനുശേഷം മന്ത്രിമാരായ വീണ ജോർജിനോടും അതുപോലെ തന്നെ വി എൻ വാസവനോടും കാര്യങ്ങൾ തിരക്കും എന്നുള്ളതാണ്. നിലവിൽ മുഖ്യമന്ത്രി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നതിന്റെ തത്സമയ ദൃശ്യമാണ് കാണുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പൊളിഞ്ഞു വീണ കെട്ടിടത്തിനടിയിൽ ഒരു സ്ത്രീ മരിച്ച സംഭവത്തിലൊക്കെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രിയുടെ രാജി അടക്കം ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രി വി എൻ വാസവനും മുഖ്യമന്ത്രിക്കൊപ്പം ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യമാണ് കാണുന്നത്. എന്താണ് സംഭവിച്ചത് എന്നത് കാര്യമടക്കം മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി സംസാരിക്കും. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട് വിശദീകരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മന്ത്രിമാരായ വീണ ജോർജും വി എൻ വാസവനുമായി കൂടിക്കാഴ്ച നടത്തും. കൂടുതൽ വിവരങ്ങളുമായി ആൽവിൻ തോമസ് ആണ് നമുക്കൊപ്പം ചേരുന്നത്. ആൽവിൻ, ഇപ്പോൾ എന്തായാലും മുഖ്യമന്ത്രി തന്നെ നേരിട്ട് എത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ്. വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കോട്ടയം മെഡിക്കൽ കോളേജിൽ സന്ദർശനത്തിനായി എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ സന്ദർശനം ഇപ്പോൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? സമയം മുമ്പാണ് മുഖ്യമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നത്. മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലിന്റെ റൂമിലായിരുന്നു മന്ത്രിമാരായ വി എൻ വാസവനും അതോടൊപ്പം തന്നെ വീണ ജോർജ് ആരോഗ്യമന്ത്രിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നത്. അവർ ആ കൂടിക്കാഴ്ചയിലേക്കാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വരുന്നത്. അടിയന്തര സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. കാര്യം ഇത്രത്തോളം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ, ഒരു മരണം കൂടി സംഭവിക്കുമ്പോൾ അതിൽ വലിയ വിമർശനങ്ങൾ സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്നു. ആ വിഷയങ്ങളിലൊക്കെയും വിശദമായ ഒരു ചർച്ചകൾ മുഖ്യമന്ത്രി മന്ത്രിമാരുമായി നടത്തുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി സ്മാർട്ട് ഇവിടെ തൊട്ടടുത്തുള്ള കോഴയിലുള്ള ഒരു പരിപാടിയുടെ ഉദ്ഘാടനത്തിനായി എത്തിയതായിരുന്നു. അവിടേക്ക് പോകുന്നതിന് മുമ്പാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഇവിടെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടുള്ളത്. മന്ത്രിമാരായ വി എൻ വാസവനുമായും വീണ ജോർജുമായും ചർച്ച നടത്തിയ ശേഷം ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള വിശദമായ ചർച്ചകൾ നടത്തുമെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളത് മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല. പെട്ടെന്നുള്ള ഒരു തീരുമാനമെന്ന നിലയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടുള്ളത്. വളരെ ഗുരുതരമായ ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. വലിയ സമരങ്ങൾ ഈ സംഭവത്തിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൻ്റെ പരിസര പ്രദേശങ്ങളിലുമൊക്കെയായി നടന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വിഷയത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്താണ് മുഖ്യമന്ത്രി കൂടി ഇങ്ങോട്ടേക്ക് എത്തി ഈ വിഷയത്തിൽ മന്ത്രിമാരുമായി ഒരു ചർച്ച നടത്തുന്നത്, ഒരു അവലോകന യോഗം നടത്തുന്നത്. യോഗത്തിന് ശേഷം മന്ത്രിമാർ കൂടുതൽ വിശദീകരണം നടത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ നടപടി ഉണ്ടാകുമെന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. കാര്യം കളക്ടറോട് വിശദമായ റിപ്പോർട്ട് നൽകണമെന്നുള്ളത് നേരത്തെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ജില്ലാ കളക്ടർ നൽകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും വിമർശനം ഉണ്ടായത് ഈ കെട്ടിടം തകർന്നു വീണപ്പോൾ ഉണ്ടായ രക്ഷാപ്രവർത്തനത്തിലെ അമാന്തം എന്നാണ്. വളരെ സ്പീഡിൽ നടത്തേണ്ട ഒരു രക്ഷാപ്രവർത്തനം, അത് വളരെ അമാന്തത്തോടു കൂടിയാണ് ആ രക്ഷാപ്രവർത്തനം നടത്തിയത് എന്നുള്ളതാണ് വലിയ വിമർശനമായി കണ്ടത്. ആ ഘട്ടത്തിൽ മന്ത്രിമാർ പറഞ്ഞിരുന്നത് ആ കെട്ടിടത്തിനടിയിൽ ആരും കുടുങ്ങിയിരുന്നില്ല എന്നുള്ളതായിരുന്നു. അത്തരത്തിലൊരു വിവരം ആര് അവർക്ക് നൽകി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. നമ്മളത് ചോദിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ ലഭിച്ച വിവരമനുസരിച്ചാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ളതായിരുന്നു പിന്നീട് മന്ത്രിമാർ വിശദീകരിച്ചത്. ആ കെട്ടിടം വീണ് അവിടെ ഈ സംഭവം അവിടേക്ക് JCB എത്തിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വലിയ തോതിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. കാര്യം അതൊരു ഇടുങ്ങിയ പ്രദേശമാണ്. ആ ഇടുങ്ങിയ കെട്ടിടത്തിനുള്ളിലേക്ക് JCB കൊണ്ടുവരുന്നതിനുള്ള കാലതാമസമാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ വൈകുന്നത് കാരണമുണ്ടായത് എന്നുള്ളതാണ് മന്ത്രിമാർ പറഞ്ഞത്. ഏതായാലും ഇതിനൊക്കെയും വിശദമായ ഒരു റിപ്പോർട്ടുണ്ടാകും. സ്വാഭാവികമായും ഔദ്യോഗികമായി ഇതിലൊരു അറിയിപ്പ് ഉണ്ടാകണം. ആർക്കെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ പഴക്കം ചെന്ന കെട്ടിടത്തിൽ എങ്ങനെ അവിടെ ആളുകൾ എത്തി എന്നുള്ളത് തന്നെ വലിയ ചോദ്യമായി നിലനിൽക്കുന്നു. ആ കെട്ടിടത്തിലേക്ക് എന്തുകൊണ്ട് ആളുകൾ എത്തി എന്നുള്ളത് അങ്ങനെ ചോദ്യമായി നിൽക്കുമ്പോൾ അതിനൊക്കെ ആരാണ് ഉത്തരവാദി എന്നുള്ളതാണ് ഇനിയും മന്ത്രിമാരടക്കം സർക്കാരടക്കം ഔദ്യോഗികമായി വിശദീകരിക്കേണ്ടത് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഏതായാലും വിശദമായ ഒരു ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ടിനോടും പ്രിൻസിപ്പലിനോടും അടക്കം ഈ വിഷയങ്ങളൊക്കെയും മന്ത്രി ആരാഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് ഇവിടെ നിന്ന് ചില രോഗികളെ നിർബന്ധിതമായി ഡിസ്ചാർജ് ചെയ്യുന്നുള്ള ഒരു പരാതി വന്നത്. നമ്മളുടെ ക്യാമറയിൽ തന്നെയാണ് ചില രോഗികൾ വന്ന് പറയുകയും ചെയ്തത്. പക്ഷേ അത്തരത്തിൽ സംഭവം ഇല്ല എന്നുള്ളതാണ് പിന്നീട്
മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ട് വിശദീകരിച്ചത് അങ്ങനെ നിർബന്ധിതമായി ആരോടും പോകാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒറ്റപ്പെട്ട സംഭവം ഉണ്ടായെങ്കിൽ അതിൽ ആരാണ് അത്തരത്തിലൊരു നടപടി ഉണ്ടായതെങ്കിൽ അതിനെതിരെ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് മുമ്പ് സൂപ്രണ്ട് അടക്കമുള്ള മെഡിക്കൽ കോളേജിൻ്റെ മുതിർന്ന ആളുകൾ പറഞ്ഞത്. സ്വാഭാവികമായും വരുന്ന മണിക്കൂറുകളിൽ ഈ വിഷയം തന്നെ പ്രതിപക്ഷം ചർച്ചയാക്കിയെടുക്കുമെന്നുള്ളത് ഉറപ്പാണ്. കാര്യം വലിയ തോതിലുള്ള സമര കോലാഹലങ്ങൾ നമ്മളിപ്പോൾ കാണുന്നു. മന്ത്രി വീണ ജോർജിൻ്റെ തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിലേക്കുള്ള സമരം നമ്മൾ അല്പം മുമ്പ് കണ്ടതാണ്. അല്പം മുമ്പ് യൂത്ത് ലീഗിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ പ്രതിഷേധം മെഡിക്കൽ കോളേജ് പരിസരത്ത് കണ്ടതാണ്. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കം ചാണ്ടി ഉമ്മൻ അടക്കമുള്ള യുവനേതാക്കൾ അടക്കം അവിടെ എത്തുകയും വലിയ തോതിൽ ഈ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ നിന്ന് രക്ഷാപ്രവർത്തനം ഊർജിതമായി അല്ല നടന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. ഈ ആരോപണങ്ങൾക്കൊക്കെ കൃത്യമായ മറുപടി സർക്കാർ നൽകേണ്ടതുണ്ട്. അത് വരുന്ന മണിക്കൂറുകളിൽ മന്ത്രിമാർ വിശദീകരിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. ആദ്യം ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിമാർ അങ്ങനെ പറഞ്ഞത് എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ അവിടെ നടന്ന രക്ഷാപ്രവർത്തനം ഏതാണ്ട് 1.5 മണിക്കൂർ 2 മണിക്കൂർ വൈകിയാണ് നടന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെയും കണ്ടതാണ്. അതിന് അടിയിൽ അവശിഷ്ടങ്ങൾക്കടിയിൽ ഒരാളുണ്ടെങ്കിൽ അത്തരത്തിൽ നടത്തുന്ന രക്ഷാപ്രവർത്തനമല്ല അവിടെ നടന്നത് എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അതിനൊക്കെയും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് ഉത്തരവാദി, അവർക്കെതിരെ എന്ത് നടപടി ഉണ്ടാകും എന്നുള്ളതാണ് നമുക്കിനി കണ്ടറിയേണ്ടത്. സ്വാതി.